എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. സമസ്ത മേഖലകളിലും നൂതന ആശയങ്ങളും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടും സാംസ്കാരികമായിട്ടുള്ള ഉന്നതികൾ കൊണ്ടും നവോത്ഥാന കിരണങ്ങളെ ഏറ്റുവാങ്ങി മുന്നേറുന്ന നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സുപ്രധാനമായ ഒരു വിഷയമാണ് മാനവികതയുടെ ഭാവി എന്നുള്ളത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള പരിമിതികളേറെയുള്ള ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള ഈ കൊച്ചു ദേശം ലോക ഭൂപടത്തിൽ എന്നും ഒരു മരതക കല്ലുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ദേശ സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക സവിശേഷതകൾ കൊണ്ടുമാണ് മലയാളികൾ വ്യതിരിക്തരായത്. ഈ മുന്നേറ്റങ്ങളും ആരും കൊതിക്കുന്ന സാമൂഹികാന്തരീക്ഷവും പൊടുന്നനെ ഉണ്ടായതല്ല. ഇരുട്ടിലാണ്ടുകിടന്ന ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്. സമാധാനത്തിന്റെ ഈ കൊച്ചു തുരുത്തെ ആരും നമുക്ക് ദാനമായി തന്നതുമല്ല. അവിടെ നിന്നാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത്. മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മനുഷ്യത്വത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുവാനും ആ മുന്നേറ്റങ്ങൾ നമ്മെ സഹായിച്ചു. അവിടെയാണ് മാനവികതയുടെ പ്രാധാന്യം. മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് ശ്രീനാരായണ ഗുരു ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ ആ മനുഷ്യത്വത്തിന് മാനവികതയ്ക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രസക്തിയുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ഇന്ന് ലോകത്തെ ഒന്നടങ്കം പിടിച്ചു കെട്ടിയിരിക്കുന്ന ഒരു വൻ വിപത്ത് തന്നെയാണ് അത്. ഒരു യുദ്ധം നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്ന കുട്ടികൾ, സഹോദരന്മാരെ നഷ്ടപ്പെടുന്നവർ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന അവരുടെ ഭാവി. പശ്ചിമേഷ്യയിലെ ഈ ചോരക്കളിയുടെ ചരിത്രമോ രാഷ്ട്രീയമോ ആ കുട്ടികൾ അറിയാനിടയില്ല. എന്നാൽ അതുണ്ടാക്കുന്ന വേദന ശരീരത്തിലും മനസ്സിലും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അവരാണ്. എത്ര കാലമെടുക്കും ആ മുറിവുണങ്ങാൻ? മനുഷ്യത്വത്തിന്റെ ഏറ്റവും ക്രൂരമായ ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. മനുഷ്യത്വത്തെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാചാലനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ ആ മതങ്ങൾ തന്നെയാണ് ഇന്ന് മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും എതിരായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വസ്തുതയും നാം എടുത്തു പരിശോധിക്കേണ്ടത് തന്നെയാണ്. സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച ആ മഹാത്മാഗാന്ധിയുടെ നാട്ടിലാണ് കട്വയിലെ 8 വയസ്സുകാരിയും ഉന്നാവിലെ 17 വയസ്സുകാരിയും ജിഷയും സൗമ്യയും ഡോക്ടർ വന്ദനാദാസും വിസ്മയും ഉത്രയും ഡോക്ടർ ഷഹാനയും അടങ്ങുന്ന സ്ത്രീ ജന്മങ്ങൾ കണ്ണീർ ജന്മങ്ങളായുള്ളത്. ഇവിടെയെല്ലാം എന്ത് മാനവികതയാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്? മാനവികത മരിച്ചു പോകുന്നുണ്ടോ? ഒരിക്കലുമില്ല. വിദ്യാർത്ഥി സമൂഹങ്ങൾക്കിടയിലും അതുപോലെ പൊതുജനങ്ങൾക്കിടയിലും ഇതിനെ പറ്റിയുള്ള ശരിയായ അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാൽ മനുഷ്യത്വത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള വസ്തുതയും നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഒരുമിച്ച് നിൽക്കാനും പരസ്പര സഹായ സഹകരണങ്ങളിലൂടെ മുന്നേറാനും ലോകം തയ്യാറാണെങ്കിൽ നന്മയുടെയും സുഹൃതങ്ങളുടെയും മരുപ്പച്ചയിലേക്ക് തിരിച്ചു വരാൻ സന്നദ്ധമാകുമെങ്കിൽ ഈ തമസിനപ്പുറത്ത് മനോഹരമായ ഒരു ലോകമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നതും നമുക്ക് മറക്കാതിരിക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു എന്ന വയലാറിന്റെ കവിത ഇവിടെ പ്രസക്തമാണ്. മനുഷ്യത്വമാണ് മനുഷ്യന്റെ ജാതി എന്ന് 1000 വട്ടം നമ്മുടെ സാമൂഹിക പരിഷ്കർത്താക്കൾ നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം നാം അത് കേട്ടിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹം എവിടേക്കാണ് പോകുന്നത്? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി. അതിനെ അന്വർത്ഥമാക്കുന്ന സംഭവ വികാസങ്ങളല്ലേ ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നന്മയുടെ ഒരു ലോകത്തേക്ക് തിരിച്ചു വരാൻ നാം തയ്യാറാവണം. ഓർക്കുക, നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ തുടക്കം നമ്മളിൽ നിന്നായിരിക്കണം. എന്നാൽ ആ മാറ്റം നടപ്പിലാക്കേണ്ടത് അധികാരവും അവകാശവും കയ്യിലുള്ളവരായിരിക്കണം എന്ന മഹാത്മാഗാന്ധി